എങ്ങനെ ഉണ്ടായിരുന്നു മീറ്റിംഗും ധർണയൊക്കെ? ഓ ഒന്നും പറയണ്ട, മനുഷ്യ കടല് തന്നെയായിരുന്നു. പൊതുജനങ്ങൾ കുറവാ. നമ്മുടെ പാർട്ടിക്കാര് വണ്ടികളിൽ വന്ന് ഇറങ്ങിയപ്പോ തന്നെ മൈതാനം നിറഞ്ഞു. അപ്പൊ നേതാക്കന്മാര് ആഗോളവൽക്കരണത്തിന് ജിമ്മിനൊക്കെ പിടിച്ച് കുലുക്കിയിട്ടുണ്ടാവുമല്ലോ. ഉണ്ടാവണമെന്നോ? അപ്പൊ സഖാവ് അവിടുന്ന് അല്ലേ വരണത്? അതിന് പ്രസംഗാര് കേട്ടു. ചെന്നിറങ്ങിയപ്പോ തന്നെ തങ്കമണി സഹാവ് പറഞ്ഞു, കൊടുങ്ങല്ലൂര് വരെ വന്നിട്ട് അമ്മയെ കാണാതെ പോകുന്നത് എങ്ങനെയാണെന്ന്. അമ്മ ഇവിടെ ചെറുപ്പളശ്ശേരിയല്ലേ? അത് എന്റെ അമ്മ. ഇത് കൊടുങ്ങല്ലൂർ അമ്മയുടെ കാര്യ പറഞ്ഞത്. അമ്മേ, എപ്പോഴും പോകാൻ പറ്റാത്ത സ്ഥലങ്ങളല്ലേ. ഞങ്ങൾ ചെല്ലുമ്പോഴേ നട തുറന്ന നേരം നല്ലോണം തൊഴുതു. അവിടുന്ന് ഇറങ്ങിയപ്പോ സഖാവ് മേരിക്കുട്ടിക്ക് ഒരാശ. പേരിയായിട്ട് ഒരു പള്ളി ഉണ്ടല്ലോ അവിടെ, അതൊന്ന് കാണണമെന്ന്. എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പം മൈക്കിലൂടെ വിളിച്ചു പറയുന്നു, കിനാശ്ശേരി ഭാഗത്തു നിന്ന് വന്ന സഹാക്കൾ സ്കൂളിന്റെ തെക്ക് ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികളിൽ കയറണമെന്ന്. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞേ, എന്നാലും യാത്ര സുഖമായിരുന്നു. പാർട്ടിക്കാര് നമ്മളെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത് അമ്പലം പള്ളി കാണിക്കാനാ. ആത്മാർത്ഥ വേണം സഖാവേ, ആത്മാർത്ഥ. ഒരുപാട് സഖാക്കൾ തല്ലുകൊണ്ടും ജീവൻ കൊടുത്തും. മതി മതി, ഏത് സമ്മേളനം കഴിഞ്ഞ് വന്നാലും സഹാവിന്റെ സ്വഭാവം ഇതാ. ഘാട്ട് കരാർ എന്തായി, ജലം വിൽപ്പന എന്തായി, അതൊക്കെ പറയണ്ട.